1.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനോട് ഡേ കെയർ ജീവനക്കാരിയുടെ ക്രൂരത. കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഡേ കെയറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ക്രൂരത പുറംലോകമറിഞ്ഞത്. കരഞ്ഞ കുഞ്ഞിന്റെ മുഖത്തടിക്കുകയും ശരീരത്തിൽ പലയിടത്തായി കടിക്കുകയും ചെയ്ത ഡേ കെയർ ജീവനക്കാരി കുഞ്ഞിനെ നിരവധി തവണ നിലത്തേക്ക് വലിച്ചെറിയുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിൽ ഡേ കെയറിലെ വനിതാ അറ്റൻഡറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡേ കെയർ ഉടമയെയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കുഞ്ഞിന്റെ തുടകളിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ ആദ്യം അലർജി മൂലമുള്ള അസ്വസ്ഥതയാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ഡേ കെയറിലെ അധ്യാപകരും ഇതേ പാടുകൾ കണ്ടെത്തിയതോടെ ദമ്പതികൾ ഒരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത് കടിയേറ്റ പാടുകളാണെന്ന് ഡോക്ടർ മാതാപിതാക്കളെ അറിയിച്ചു. ഇതോടെ പരിഭ്രാന്തരായ മാതാപിതാക്കൾ ഡേ കെയറിലെ CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ റെസിഡൻഷ്യൽ കോംപ്ലക്സ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ജീവനക്കാരി കുഞ്ഞിനോട് കാണിച്ച ക്രൂരത വെളിച്ചത്ത് വന്നത്. കരഞ്ഞ കുഞ്ഞിനോട് ക്രൂരമായി ജീവനക്കാരി പെരുമാറുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തല ചുമരിൽ ഇടിപ്പിക്കുന്നതും മുഖത്തടിക്കുന്നതും തറയിൽ ഒന്നിലേറെ തവണ വീഴ്ത്തുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 21-നാണ് കുഞ്ഞിനെ ഡേ കെയറിൽ അയക്കാൻ തുടങ്ങിയതെന്ന് പിതാവ് സന്ദീപ് പറഞ്ഞു. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ തുടയിൽ പാടുകൾ കണ്ടത്. അണുബാധയാണെന്നാണ് സന്ദീപ് ആദ്യം കരുതിയതും ഡോക്ടറെ കാണിച്ചതും. അദ്ദേഹമാണ് കടിയേറ്റ പാടുകളാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് കണ്ടെത്തിയതെന്നും സന്ദീപ് പറഞ്ഞു. തുടർന്ന് ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. ദിവസവും 2 മണിക്കൂറാണ് കുഞ്ഞിനെ ഡേ കെയറിൽ വിടാറ്. 3 അധ്യാപകരുണ്ടെന്നും അവർ കുട്ടിയെ നന്നായി നോക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുഞ്ഞിനെ അറ്റൻഡറാണ് നോക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. കുഞ്ഞ് വളരെ സന്തോഷവതിയാണെന്നാണ് ഡേ കെയർ ഉടമ പറയാറ്. 2500 രൂപയാണ് ഫീസായി നൽകിയിരുന്നത്. ഇത്തരമൊരു സംഭവം മറ്റൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കാൻ ഡേ കെയർ ഉടമയ്ക്കും അറ്റൻഡർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു. റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ മറ്റൊരു കുടുംബവും അവരുടെ കുട്ടിക്ക് ഡേ കെയറിൽ നിന്ന് സമാനമായ ദുരനുഭവം നേരിടേണ്ടി വന്നതായി അറിയിച്ചതായും സന്ദീപ് പറഞ്ഞു. നോയിഡ സെക്ടർ 137-ലെ പരസ്റ്റിയേര റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഡേ കെയറിലാണ് ക്രൂരത അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.